ഒരു മരട് കാന്താരിയെങ്കിലും നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതായിട്ട് ആരാ ഉള്ളത്? ഒരു രസമാണ് കുറച്ച് കാന്താരിയൊക്കെ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ചോറിന് കൂട്ടാനും ഒക്കെ തന്നെ നല്ല ഹെൽത്തി സാധനമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കാന്താരി വെച്ചൊരു അടിപൊളി അച്ചാറുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേയായിട്ട് ഹെൽത്തി റെസിപ്പീസിനും പിന്നെ കാർഷികപരമായ അറിവുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കാന്താരി അച്ചാറിനും നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്ത ഇഞ്ചി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൊളിച്ച് വെച്ച് അങ്ങനെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു വർക്കൊന്നും അധികമായിട്ട് തോന്നിയില്ല. പിന്നെ കുറച്ച് ഈത്തപ്പഴം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ കറിവേപ്പും നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട്. കാന്താരി നമുക്കൊരു ജൈവ കർഷകൻ അവരെ നാട്ടിൽ നിന്ന് പാർസൽ ചെയ്ത് വിട്ടതാണ്. 1 kg കാന്താരി കൊണ്ടാണ് നമ്മളിന്ന് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. ഈത്തപ്പഴം ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കാന്താരി ഒന്ന് വളരെ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നല്ലോണം വീണ്ടും വെള്ളത്തിൽ കഴുകിയെടുക്കുക. പിന്നെ നന്നായിട്ട് പഴുത്ത മുളക് വിത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റി ഒഴിവാക്കുക. പിന്നെ അതേപോലെ ഇലകൾ, കാന്താരിയുടെ ഇലകളൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും, മൊത്തത്തിൽ ഒന്നിച്ച് പറിക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കാന്താരി എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റബിൾ എന്നുള്ളതിനെക്കാട്ടും ഉപരിയായിട്ട് അത് വലിയൊരു ഔഷധം തന്നെയാണ്. അത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് വെയ്റ്റ് ലോസിനും വയറ് കുറയാനും ഒക്കെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ കൊളസ്ട്രോൾ കുറയാനും ഒക്കെ തന്നെയുള്ളൊരു ഔഷധമാണ്. അതുകൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാന്താരി തന്നെ സെലക്ട് ചെയ്തത്. അച്ചാറെന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചാർ ഏറ്റവും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കാന്താരിയൊക്കെ നല്ലോണം കഴുകി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുവന്ന മുളക് വിത്തൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടോ. അതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാമല്ലോ. പിന്നെ ആവശ്യമുള്ളക്കാരുണ്ടെങ്കിൽ അത് അറിയിക്കുകയും വേണം കേട്ടോ, നമ്മളത് അയച്ചു തരും. ഇനി നമ്മളിത് ഈ കാന്താരി ഒരു അപ്പത്തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാന്താരി മൊത്തം ഒരു ഇതിൻ്റെ സ്റ്റീമറിൻ്റെ മുകളിലത്തെ തട്ടിലേക്ക് വാരി വെക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഈത്തപ്പഴവും കൂടെ അതിൻ്റെ മേലെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റീമാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീമറിൻ്റെ വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടു. പിന്നെ ലോ ഫ്ലെയിമിൽ നമ്മളൊരു 5 മിനിറ്റ് മൊത്തത്തിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് പോയിട്ട് കാണുകയും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാന്താരിയും ജസ്റ്റ് ഒന്ന് വാടി. പിന്നെ നമ്മുടെ ഈത്തപ്പഴത്തിൽ നിന്ന് ചെറുതായിട്ടൊരു വെള്ളം വരുന്ന ഇതുവരെ ആയിട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ നമുക്കിനി വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് കാന്താരി അച്ചാറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ പറയാൻ കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറുകളിൽ കൂടുതലും തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്തതും ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ കഴുകി ഉണക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൊടികളൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. എപ്പോഴും എല്ലാ ഹെൽത്തി റെസിപ്പീസിലും ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണെന്ന് വെച്ചാൽ അച്ചാറുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പം നമ്മൾ അച്ചാറിലേക്കായിട്ട് ഒരു 90 മില്ലി എണ്ണ ഫസ്റ്റ് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പ് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതും നമ്മളൊരു 5 മിനിറ്റോളാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഈ ഒരു വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പ് കൂടി വന്ന പാർട്ട് നമ്മൾ കുക്ക് ചെയ്യാനൊരു 5 മിനിറ്റ് എടുത്തു. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വെച്ച ഈത്തപ്പഴം ഇനി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ അതിലൊരല്പം വെള്ളം വന്നതുപോലെ ഉണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നവരെ അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. 1 kg കാന്താരിയുടെ അച്ചാറിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് 250 ഗ്രാം അളവിൽ വെളുത്തുള്ളി, 150 ഗ്രാം അളവിൽ ഇഞ്ചി, പിന്നെ 250 ഗ്രാം അളവിൽ ഈത്തപ്പഴം എന്നിവയാണ്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ടൊക്കെ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊക്കെ അച്ചാറിന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി അച്ചാറിലേക്ക് വേണ്ട 1/2 കപ്പ് അളവിൽ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കല്ലുപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് ഓട്ടിലിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണിത്. അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച കശ്മീരി മുളകിൻ്റെ പൗഡറാണ് കേട്ടോ ഈ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ കടകളിൽ നിന്ന് നല്ല മുളക് വാങ്ങിച്ച് അത് കഴുകി വെയിലത്ത് ഉണക്കിയതിന് ശേഷം വറുത്തിട്ട് പൊടിക്കുന്ന മുളകാണ്. ഇനി നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്ത മഞ്ഞളിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ തന്നെ പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൂടുതൽ ചേർക്കുന്നത്. പിന്നെ അച്ചാറിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ദോഷം ഏതെങ്കിലും തരത്തിലൊക്കെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കാൻ ഈ മഞ്ഞൾപ്പൊടിക്ക് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി ഇത് പച്ചമണം പോകുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അച്ചാറൊക്കെ കരിഞ്ഞ് അടുക്കി പിടിച്ച് രുചിയൊക്കെ വ്യത്യാസപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ട് കാന്താരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കാന്താരി ജസ്റ്റ് ഒന്ന് വെന്തതിൻ്റെ ഈ ഒരു സ്മെല്ല് തന്നെ എന്താ പറയുക അന്ന് മയക്കുന്ന സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ കാന്താരി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ കാന്താരിയിലൊക്കെ നമ്മൾ ആവി കയറ്റിയപ്പോൾ വന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചർ ഒക്കെ ഒന്ന് നന്നായിട്ട് വറ്റുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അച്ചാർ നമുക്ക് ദീർഘകാലം കേട് കൂടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ വഴറ്റി നന്നായിട്ട് കുക്കാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. കേട് കൂടാതെ നമുക്കിത് ഒരുപാട് കാലങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ടൈപ്പിലായാൽ ഇതേപോലെ നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ കാന്താരിയൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം വറ്റുന്ന വരെ വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഈയത്തിൻ്റെ ചെമ്പുണ്ടായിരുന്നേ. പക്ഷെ അതിനിപ്പം ഞങ്ങൾ കുറച്ച് കാലം യൂസ് ചെയ്യാതെ ഇട്ടത് കാരണം അതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് പോലെ വന്നു. അത് കാരണം ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണമാണ് അലുമിനിയയുടെ വട്ട ഉപയോഗിച്ചത് കേട്ടോ. പക്ഷെ നല്ല അടികട്ടിയുള്ള ഒരു വട്ടയാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാരണം ഒന്ന് അധികം വരണ്ടതുപോലെ ഫീൽ ചെയ്തത് കാരണമാണ് ഒന്നും കൂടെ ഒന്ന് എണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ മൊത്തം 100 ഗ്രാം അളവിലൊക്കെ എണ്ണ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി അവസാനവും നമുക്ക് കുറച്ച് എണ്ണ കൊണ്ടുള്ള ഇത് ചെയ്യാനുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ അച്ചാറിലേക്ക് സുർക്ക ഒഴിക്കേണ്ട ടൈമായിട്ടുണ്ട്. സുർക്ക ഒഴിക്കുന്ന സമയത്ത് വളരെയധികം കെയർഫുൾ ആവണം. കാരണം ഒരുപാട് അധികം നമ്മൾ ഒഴിച്ചു പോകരുത്. കാരണം നമുക്കിത് പാക്ക് ചെയ്ത് ബോട്ടിൽ ചെയ്തിട്ട് ഒരുപാട് കാലം സൂക്ഷിക്കുകയും പിന്നെ ആർക്കെങ്കിലും കൊടുത്തു വിടുകയും ഗൾഫിലേക്കും ഒക്കെ തന്നെ പാർസൽ ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള കാര്യമായതുകൊണ്ട് സുർക്കയുടെ അളവ് കൂടുതലായി പോയാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. നമ്മുടെ അച്ചാർ അങ്ങ് ലൂസായി പോകും. അപ്പോൾ അച്ചാർ ഒരു കൊഴുത്ത ടൈപ്പിൽ ഒരു ചെറിയ ഗ്രേവി ടൈപ്പിൽ നമുക്ക് ആയി കിട്ടണം. കൂടുതലായിട്ട് ഡൈല്യൂട്ടായി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കെയർഫുള്ളായിട്ട് നമ്മൾ സുർക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. 700 മില്ലി അളവിലാണ് കേട്ടോ സുർക്ക എടുത്തത്. ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. നമുക്കിതിലേക്ക് 3 കാര്യങ്ങൾ ചേർത്ത് നമ്മുടെ അച്ചാറിന് സ്പെഷ്യൽ ടേസ്റ്റ് വരാനുള്ള 3 കാര്യങ്ങളാണ്. കടുക് പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, കായം പൊടിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇത് 3ഉം നമ്മൾ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം സ്മെല്ലും പ്രത്യേകം ടേസ്റ്റും നമ്മുടെ അച്ചാറിന് ഇത് കൂടെ ചേർത്ത് കൊടുക്കുമ്പം കിട്ടുന്നതാണ്. അപ്പോൾ അത് ചിലരൊക്കെ ഇത് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഇത് ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിതിങ്ങനെ അച്ചാർ ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അച്ചാറൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കണം. ഒരിച്ചിരി എണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ ലാസ്റ്റ്. അച്ചാർ തിളച്ച് എണ്ണയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയം വരെ നമ്മൾ തിളപ്പിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ട് ഒരു വൃത്തിയുള്ള തോർത്ത് കൊണ്ട് മൂടി വെക്കാം. തണഞ്ഞതിന് ശേഷം നമുക്കിത് ബോട്ടിലുകളിലൊക്കെ നിറയ്ക്കാം. അപ്പോൾ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യണം. ആവശ്യമുള്ളവരും കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് വരാം. ബൈ.